അമിത മദ്യപാനവും ലഹരി ഉപയോഗവും പല രീതിയിലാണ് നമ്മുടെ ജീവിതം തകർക്കുന്നത്. ചിലരെ അത് അക്രമികളാക്കാം, മറ്റു ചിലർ സംശയരോഗികളാകാം. മലപ്പുറം കുറ്റിപ്പുറത്ത് ലഹരിക്കടിമയായ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നത് പതിവാണ്. കുറ്റിപ്പുറം മൂടാൽ സ്വദേശിനി റുഖിയ ഭർത്താവിൻ്റെ അടിയും ചവിട്ടും കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. കഴിഞ്ഞ ദിവസം റുഖിയയെ ഭർത്താവ് ഹൈദരലി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംശയത്തിൻ്റെ പേരിലാണ്. റുഖിയയെ വെട്ടുന്നത് തടയാൻ ശ്രമിച്ച മകൾക്കും പരിക്കേറ്റു. കഴുത്തിന് വെട്ടേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ ഹൈദരലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവം. കഞ്ചാവിന് അടിമയായ മധ്യവയസ്കൻ സംശയരോഗം മൂർച്ഛിച്ച് ഭാര്യയെയും മക്കളെയും അരിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുറ്റിപ്പുറം മൂടാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുന്നത്ത് റൂക്കിയ എന്ന 40-കാരിക്കാണ് വെട്ടേറ്റത്. റൂക്കിയയെ വെട്ടുന്നത് തടയാൻ ശ്രമിച്ച ഇവരുടെ രണ്ടാമത്തെ മകൾക്കും പരിക്കേറ്റു. ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച റൂക്കിയയുടെ ഭർത്താവ് കുറ്റിപ്പുറം കൊടിക്കുന്ന് ഹൈദരലി എന്ന മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടുവളപ്പിൽ സഹോദരിയുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ കഞ്ചാവ് ഉപയോഗിച്ചെത്തിയ ഭർത്താവ് ഹൈദരലി അരിവാൾ കൊണ്ട് കഴുത്തിന് വെട്ടുകയായിരുന്നു. കഴുത്തിന് മുകളിലാണ് റൂക്കിയയ്ക്ക് വെട്ടേറ്റത്. തടയാൻ ശ്രമിച്ച മകളെയും ആക്രമിച്ചതോടെ ബഹളം വെച്ചു. മകളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് റൂക്കിയയെ വളാഞ്ചേരിയിലെ നടക്കാവിൽ ആശുപത്രിയിലും മകളെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. ഞാൻ എൻ്റെ വലിയ ആങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വിളിച്ചിട്ട് കാര്യം പറയുന്നു, സങ്കടം പറയുന്നു. അതന്നെയാണ് സങ്കടം. ഞങ്ങനെ ഇല്ലാത്തവരൊന്ന് പറയാണ് അങ്ങനെ ഇങ്ങനെയെന്നാണ് പിന്നോട് അങ്ങനെ പറഞ്ഞാൽ അത് ഒളിച്ച് നിന്ന് കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. വന്നിട്ട് പിന്നെ അരുവാ കത്തി എടുത്തിട്ട് കുട്ടീൻ്റെ നേരക്ക് കാട്ടിയപ്പോൾ ഞാൻ ആ കത്തി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഓടി. വലിയോള് ഓടി, ചെറിയോള് പിന്നെ എന്നെ ഉപ്പ ഒന്നും ചെയ്യല്ലേ, ഉമ്മാനെ കൊല്ലല്ലേ പറഞ്ഞപ്പോൾ ഞാൻ അരുവാ കത്തി ഇതൊക്കെ പിടിച്ചതിലാണ് ഇത്ര പരിക്കായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ജീവൻ എന്ന് പോകും നിൽക്കാം. ജീവൻ പോയില്ലെങ്കിലും പകുതി ജീവനല്ലേ ഞാൻ അവിടെ പോകുന്നു. ഭർത്താവ് ഹൈദരലി സംശയരോഗത്തിനടിമയാണെന്ന് ബന്ധുക്കൾ പറയുന്നു. കൂടാതെ ഏറെക്കാലമായി ഇയാൾ കഞ്ചാവ് ലഹരിക്കും അടിമയാണ്. സംശയരോഗം മൂർച്ഛിച്ചതാണ് ഇയാൾ റൂക്കിയയെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.